ഹായ് ഹലോ വെൽക്കം ബാക്ക്. ചിക്കൻ മധുഹൂത്ത് നമുക്ക് വീട്ടിലെങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് മാഗി ക്യൂബാണ്. ഞാനിപ്പോൾ അവിടെ 2 കട്ട മാഗി ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായത്. ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് കുറച്ചധികം തന്നെ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗരം മസാലയാണ്. ഗരം മസാല ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു പുളിക്ക് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ലെമൺ ജ്യൂസും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതിലേക്ക് മധുഹൂത്തിൻ്റെ മസാല ചേർത്ത് കൊടുക്കണം. മധുഹൂത്ത് മസാല നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മധുഹൂത്ത് മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലോണം മിക്സാക്കി എടുക്കാം. ശേഷം ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഓയിൽ മാത്രം ചേർത്ത് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഏതെങ്കിലും ഒരു ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നുകൂടി ഇതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ കഴുകി ക്ലീനാക്കി എടുത്ത ഒരു ചിക്കനിലേക്ക് ഈ ഒരു മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ നേരത്തെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു ചിക്കനിലേക്ക് ഇപ്പോൾ റെഡിയാക്കി വെച്ച ഒരു മസാല ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് നല്ലോണം മിക്സാക്കി എടുക്കണേ. കൈകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പം അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കൈകൊണ്ടാകുമ്പോൾ ഒന്നുകൂടി നല്ലതുപോലെ നമുക്ക് ഒരു മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഈ ഒരു മസാലയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമുക്കൊരു മസാല കിട്ടാനായിട്ട് കേട്ടോ. നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്കൊരു മധുഹൂത്തിലേക്ക് കിടക്കാം കേട്ടോ. റൈസൊക്കെ ഓൾറെഡി ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. റൈസൊക്കെ നമ്മൾ ഓൾറെഡി സാധാരണ റൈസൊക്കെ വേവിച്ച് വെക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് റൈസ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഊറ്റിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ ആദ്യം സവാള വട്ടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തക്കാളി, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാപ്സിക്കം, പച്ചമുളക് എല്ലാം ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ മധുഹൂത്ത് സെറ്റാക്കി എടുക്കുന്ന ആ ഒരു പാത്രത്തിൽ ഒരു ദമ്മിടാൻ വേണ്ടി വെക്കുന്ന ആ ഒരു പാത്രം എടുക്കണേ. അപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. മല്ലിയില അതുപോലെ പുതിനയിലുണ്ടെങ്കിൽ അതും വിതറി കൊടുക്കാം. പിന്നെ മസ്റ്റായിട്ട് ഇതിലേക്ക് വേണ്ടത് നമുക്ക് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതുപോലെ തൊണ്ടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണേ. വെളുത്തുള്ളി ഇതുപോലെ ചേർത്തെടുക്കുമ്പോൾ നല്ലോണം കഴുകിയിട്ട് വേണം ഇങ്ങനെ ചേർത്ത് കൊടുക്കാനായിട്ട്. തൊലിയൊന്നും കളഞ്ഞെടുക്കാതെ ഒരു വെളുത്തുള്ളി തൊണ്ടോട് കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ പീസ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ചിക്കൻ്റെ പീസൊക്കെ വെച്ചതിന് ശേഷം അതിലുള്ള ആ ഒരു ബാക്കിയുള്ള ആ ഒരു മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം ആ ഒരു ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ബാക്കി നമ്മൾ പിന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഒന്ന് കുക്കായി വന്നാലും മതി. ഇനിയിപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ഒരു ചിക്കൻ മാത്രമായിട്ട് എടുക്കണേ. അത് മസാല ഫുള്ള് അതിൽ വേണം. അതിൽ നിന്ന് ആ ഒരു ചിക്കന് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് കോരി എടുത്തിട്ട് ഓയിലിൽ, അതായത് സൺഫ്ലവർ ഓയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ വശവും ഇതുപോലെ ഒരു ഗോൾഡൻ കളറാക്കി എടുക്കണേ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ചിക്കനും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ആ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് വെള്ളം അതിൽ ബാക്കി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ആ ഒരു റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ആ ഒരു റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരു 1/4 ഭാഗത്തോളം വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്, ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. അപ്പോൾ ബാക്കി ഭാഗത്ത് ഈ ഒരു ദമ്മിൽ കിടന്നിട്ട് വേണം കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ റൈസൊക്കെ ഞാനിവിടെ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസൊക്കെ ഇതുപോലെ തന്നെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കനും കൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു ഓയിൽ ഉണ്ടായിരുന്നു, അത് ആ ഒരു ഓയിൽ കൂടി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി മല്ലിയില അതുപോലെ പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വറുത്തിട്ട് അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അണ്ടി മുന്തിരിയൊക്കെ നല്ലതുപോലെ വറുത്തിട്ട് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റായിട്ട് നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്നങ്ങനെ നമ്മൾ സാധാരണ മന്തിയൊക്കെ സ്മോക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒന്ന് സ്മോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്മോക്ക് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ നമ്മുടെ ചിക്കൻ മധൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഒരുപാട് ടൈമും വേണ്ട, അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഉണ്ടാക്കിയെടുക്കാൻ അധികം ബുദ്ധിമുട്ടില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു മധൂത്ത് റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈസിയായിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളുന്ന ഓപ്ഷനും കൂടിയും കൊടുക്കാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്